UDF-നകത്ത് ഇപ്പോൾ വലിയ ഡിമാൻഡായി തീർന്നിരിക്കുകയാണ്. ഒരു സമയത്ത് കോൺഗ്രസ്സുകാർ UDF ഈ ജോസ് കെ മാണിയുടെ പിന്നാലെ നടന്നു. അന്ന് ജോസ് കെ മാണി വലിയ വെയിറ്റ് ഇട്ട് നിന്നു. കാരണം എന്നെ അവിടുന്ന് ചവിട്ടി പുറത്താക്കിയതല്ലേ, വരണോ വേണ്ടയോ എന്നൊക്കെ ഞാനൊന്ന് ആലോചിക്കട്ടെ. പിന്നെ ഒരു ഇടനിലക്കാരനെയൊക്കെ വെച്ചു കോൺഗ്രസ്, ആര്, നമ്മുടെ മുസ്ലിം ലീഗ്. അവർ പിന്നെ അധികാരം എങ്ങനെയും പിടിച്ചെടുക്കുന്നതിന് വേണ്ടി അവർ ജോസ് കെ മാണിയുടെ കാല് പിടിക്കാൻ കുഞ്ഞാലിക്കുട്ടി പോയി. സീറ്റ് വരെ കൊടുക്കാമെന്ന് പറയുകയും ചെയ്തു. ഒന്ന് നോക്കണേ, പണ്ട് നമ്മുടെ KM മാണി പറഞ്ഞൊരു കാര്യമുണ്ട്, കേരള കോൺഗ്രസ് എന്ന സുന്ദരിയുടെ പിന്നാലെ പലരും വരുമെന്ന്. ശരിയല്ലേ? സുന്ദരിയാണോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം, അവളുടെ പിന്നാലെ പലരും ചെല്ലുന്നുണ്ട്. ഇപ്പോൾ തന്നെ 2021 പിണറായി വിജയൻ പിടിച്ചുകൊണ്ട് പോയി. ഇനിയിപ്പോൾ 2026 VD സതീശൻ കൊണ്ടുപോകാൻ നോക്കുകയാണ്. ഇവരുടെ ഒരു വലിയ ബലമെന്ന് പറയുന്നത് ഈ സെൻട്രൽ ട്രാവൻകൂറിലൊക്കെ ഈ ക്രൈസ്തവരുടെ ഇടയിലുള്ള ഒരു സ്വാധീനമാണ്. പക്ഷെ അത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തകർന്നടിഞ്ഞു എന്നാണ് ഈ UDF-ലെ ഒരു ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ മോൻസ് ജോസഫ് പറയുന്നത്. മോൻസ് പറയുന്നത് ജോസിനെ കൂടെ കൂട്ടാനായിട്ട് UDF ഒന്നും പിന്നാലെ അങ്ങനെ പോകേണ്ട എന്നാണ്. ഈ ജോസ് വന്നാൽ ഗുണമുണ്ട്, അത് വേറെ കാര്യം. ഈ പള്ളിക്കാരും പട്ടക്കാരും ഒക്കെ പറയാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി ഈ ജോസിനോട് ഇപ്പുറത്തേക്ക് പോരാനായിട്ട്. കാരണം അഴിമതിയും സ്വർണ്ണക്കൊള്ളയും ഒക്കെയായിട്ട് LDF മുമ്പോട്ട് പോകുമ്പോൾ ശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്ന് ബിഷപ്പുമാർ മനസ്സിലാക്കുന്നുണ്ട്. അവര് BJP-യുടെ കടന്നുകയറ്റം നന്നായി മനസ്സിലാക്കുന്നവരാണ്. അതുകൊണ്ടാണ് UDF-ലേക്ക് പോരാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അന്നൊക്കെ ജോസ് കെ മാണി അല്പം ഒന്ന് അറച്ചു നിന്നു. അതിനിടയ്ക്ക് പിണറായി വിജയൻ തന്നെ പറയുന്നുണ്ട്, എല്ലാ ഘടകകക്ഷികളോടും പറഞ്ഞു, നമ്മൾ വീണ്ടും അധികാരത്തിൽ വരും, തുടർഭരണം ഉണ്ടാകും. LDF-ന് ഒരു അമിത പ്രതീക്ഷ ഉണ്ടായിരുന്നല്ലോ. ആ അമിത പ്രതീക്ഷ ഘടകകക്ഷികൾക്കും കൊടുത്തു. ഘടകകക്ഷികൾ എന്ന് പറയാൻ LDF-ലുള്ളത് CPI-യും പിന്നെ കേരള കോൺഗ്രസ് മാണിയുമാണ്. CPI പിന്നെ എന്നും CPM-ന്റെ ചവിട്ടും കുത്തും ഏറ്റിക്കിടക്കേണ്ടവർ തന്നെയാണ്. അതാണ് അവരുടെ തലയിലെഴുത്ത്. ഇപ്പോൾ ബിനോയ് വിശ്വം പറഞ്ഞിട്ടുണ്ട് തിരുത്തുമെന്ന്. എന്ത് തിരുത്തുമെന്ന് ആർക്കും അറിയത്തില്ല. തിരുത്താനായിട്ടൊന്നും ഇല്ലല്ലോ ഇവിടെ. ത്രിപുരയിലെയും ബംഗാളിലെയും സ്ഥിതിയിലേക്കാണ് പോകുന്നതെന്നുള്ളത് കൃത്യമായിട്ടറിയാം. അവരിപ്പോൾ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതിനെ ചൊല്ലിയുള്ള വിവാദമൊന്നും അല്ല ഇവർക്ക് തിരിച്ചടി ഉണ്ടായത്. ജനം ഇത് കുറേ നാളായിട്ട് നോക്കി നിൽക്കുകയായിരുന്നു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള നടത്തിയത് വിശ്വാസികളുടെ മേലുള്ള കടന്നുകയറ്റമാണ്. 2019 യുവതി പ്രവേശത്തിലെ അതൊരു ആചാര ലംഘനമാണ്. അതിനെ വെല്ലുവിളിച്ചു. ഈ ഹൈന്ദവ ദേവാലയങ്ങളെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് മുമ്പോട്ട് വരിക, ഇതൊക്കെയാണ് വലിയ ചോദ്യമായിട്ട് ഇവിടെ ഉയർന്നത്. അതുകൊണ്ട് തന്നെയുള്ള തിരിച്ചടിയാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൂടാതെ പകൽക്കൊള്ള നടത്തുക, ശബരിമല ക്ഷേത്രത്തിലെ സ്വർണം മുഴുവൻ ഭഗവാന്റെ സ്വത്തുക്കൾ കൊണ്ടുപോവുക, ഇതൊക്കെ അതിശക്തമായ എതിർപ്പിന് ഇടയാക്കി അത് ഇവർക്ക് തിരിഞ്ഞു കുത്തുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ജോസ് കെ മാണി എന്തായാലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് പോകാനിരിക്കുകയാണ്. അപ്പോഴാണ് ഇവർക്ക് ജോസഫ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ജോസഫും ഉണ്ട്, മോൻസും ഉണ്ട്. കടുത്തുരുത്തിയിൽ നിന്ന് ഇപ്പോഴത്തെ MLA-മാർ. ജോസഫ് തൊടുപുഴയാണ്, മോൻസ് ജോസഫ് ഇനിയും ജയിക്കും. കടുത്തുരുത്തിയിൽ ജോസ് കെ മാണി ഇപ്പുറത്തേക്ക് വരുമ്പോൾ അവിടെ നോട്ടം ഇട്ടതാണ്. മോൻസ് ജോസഫിന് അതും ഒരു ഭയമുണ്ട്, ഇനി കടുത്തുരുത്തി എടുത്തു കൊടുക്കുമോ എന്നുള്ളത്. ഈ ജോസഫ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏതാണ്ട് പഴയ ശക്തി പോയി. PJ ജോസഫ് ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കത്തില്ല. അദ്ദേഹത്തിന് അനാരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ അബു ജോസഫാണ് കാര്യങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത്. അത് ആ പാർട്ടിയിൽ പിളർപ്പുണ്ടാക്കും. അബുവിനെ പാർട്ടിയുടെ ചെയർമാൻ സ്ഥാനത്തേക്കൊന്നും കൊണ്ടുവന്നിട്ടില്ല. തൊടുപുഴയിൽ 2026 മത്സരിക്കാൻ പോകുന്നത് PJ ജോസഫിന്റെ മകനായിരിക്കും.
അപ്പോൾ ഈ കേരള കോൺഗ്രസ് കുഞ്ഞുമാണിയും സംഘത്തെയും ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ജോസഫ് ഗ്രൂപ്പിന് UDF-ലുള്ള സ്വാധീനം കുറയും. വ്യക്തമാണല്ലോ. കാരണം അവർ രണ്ടുപേരേ ഉള്ളൂ. പിന്നെ കേരള കോൺഗ്രസ് മാണിയാണ് പ്രബലരായിട്ടുള്ളത്. മോൻസ് ജോസഫ് അതുകൊണ്ട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കോട്ടയം, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി ജില്ലകളിലെ UDF-ന്റെ വിജയത്തോടുകൂടി കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. അതെന്തിനു വേണ്ടിയാണ് മോൻസ് ജോസഫ് ഇത് പറയുന്നത്? ഇവരിപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നഷ്ടം സംഭവിക്കുന്നത് ജോസഫിനാണ്. ഇടയ്ക്ക് PJ ജോസഫ് ഒരു കാര്യം പറഞ്ഞു, ജോസ് കെ മാണി ഇപ്പുറത്തേക്ക് വരിക മാത്രമല്ല ഈ കേരള കോൺഗ്രസ് ഒന്നിക്കണമെന്ന്. ഒന്നിക്കാൻ പോയാൽ ആ പാർട്ടി വീണ്ടും ഒന്നുകൂടെ പിളർക്കും, വേറൊരു ഒരെണ്ണം കൂടെ ഉണ്ടാകും. അതാണല്ലോ കേരള കോൺഗ്രസ് എന്ന് പറയുന്നത്. പിളരുന്നതിൽ ആർക്കും അതിശയമൊന്നുമില്ല, പിളരാതിരിക്കുമ്പോഴാണ് അതിശയം. എന്തുകൊണ്ടാണ് ജോസഫ് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ PJ ജോസഫിന് അറിയാം, താൻ മത്സര രംഗത്ത് നിന്നൊക്കെ മാറിക്കഴിയുമ്പോൾ പിന്നെ ഈ ജോസഫ് വിഭാഗം അങ്ങ് ആ ഒരു പ്രസക്തി അങ്ങ് ഇല്ലാതാകും, അതിൻ്റെ ശക്തി ചോർന്നു പോകും. അബുവിനൊന്നും അത്രയും കാര്യമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വരും. അപ്പോൾ അതുകൊണ്ട് ഒന്നായി നിന്ന് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും കേരള കോൺഗ്രസ് അങ്ങ് മുമ്പോട്ട് പോകും എന്നുള്ള കണക്കുകൂട്ടലാണ്. ഇപ്പോൾ ജോസ് കെ മാണി ഇപ്പുറത്തേക്ക് പോന്നു കഴിഞ്ഞാൽ, ജോസ് കെ മാണിക്ക് ഇപ്പുറത്തേക്ക് വരണമെന്നുണ്ട്, അത് വേറെ കാര്യമാണ്. ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ജോസ് കെ മാണി വിഭാഗത്തിനകത്തൊരു പിളർപ്പുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഈ റോഷി അഗസ്റ്റിന് പിണറായിയുടെ ഒരു ഗുഡ് ബുക്കിൽ നിൽക്കുന്ന ആളാണ്. അധികാരം പിണറായിക്ക് 3-ാം വട്ടം കിട്ടില്ല എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോഴേ ഈ അവിടെ ഉണ്ടാകുകയും ചെയ്യും. ജോസ് കെ മാണി വിഭാഗം ഇപ്പുറത്തേക്ക് പോരുകയും ചെയ്തൊരവസ്ഥ ഉണ്ടാകും. ജോസ് കെ മാണി ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ, കൂട്ടത്തോടെ ഇനി പോന്നു കഴിഞ്ഞാൽ LDF-ന് വലിയ ഒരു അടി ഉണ്ടാകും, വലിയ അടിയായിരിക്കും. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള കാര്യം തന്നെയായിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഈ LDF-ലേക്ക് പോയ സമയത്ത് LDF-ന് അതിൻ്റെ നേട്ടമുണ്ടായി. ആ നേട്ടം വലുതാണ്. റാന്നിയിലും തിരുവല്ലയിലും ചങ്ങനാശ്ശേരിയിലും ഒക്കെ ഉണ്ടായ വിജയമെന്ന് പറയുന്നത് കേരള കോൺഗ്രസിന്റെ പിൻബലം ഉള്ളത് കൊണ്ടുകൂടിയാണ്. അപ്പോൾ ഇവിടെ പിന്നെ ഈ ജോസിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നത്തിന് ഇടയാക്കും എന്ന് ജോസഫ് വിഭാഗം മനസ്സിലാക്കുന്നത് കൊണ്ടാണ് മോൻസ് ഇത്തരത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും എന്തെങ്കിലുമൊക്കെ അവിടെ നടക്കും എന്നുള്ളത് ഉറപ്പാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.